ഓഫ്ലൈനായിട്ട് സംവദിക്കാൻ താങ്കൾക്ക് അങ്ങ് ലണ്ടനിൽ അവസരം കിട്ടിയിട്ടും അവിടെ നിന്ന് ബബ്ബ അടിച്ച് ഇവിടെ മാളത്തിൽ വന്ന് ഒളിച്ചിരുന്ന് ഓഫ്ലൈനായിട്ട് എന്നോട് സംവദിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ചങ്കൂറ്റമുള്ളവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കുന്നത് താങ്കൾക്കുണ്ടായ നാണക്കേട് മറയ്ക്കാനുള്ള വെറും ഒരു പ്രഹസനം മാത്രമല്ലേ? മതം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന താങ്കൾ പിന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം നാമം ഉപയോഗിച്ച് പിന്നെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിൻ്റെയൊക്കെ പിറകെ നടന്ന് ഇങ്ങനെ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നത്? കള്ളങ്ങൾ ആവർത്തിച്ച് സത്യമാക്കാൻ ശ്രമിക്കുന്ന താങ്കൾ ഈ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്നുള്ള സൈബർ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് വസ്തുതകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നട്ടിലുള്ളൊരു പുരുഷനാണെങ്കിലും നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ച് പറയുക, ജനങ്ങളുടെ മുമ്പിൽ അത് ഹദീസിലോ ഖുർആനിലോ എവിടെയാണെങ്കിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്ന് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ തെളിവ് സഹിതം തുറന്നു കാട്ടുക. മിസ്റ്റർ ആരിഫ് ഹുസൈൻ, താങ്കൾക്കത് തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ എൻ്റെ മതം ഉപേക്ഷിച്ചിരിക്കും. ഈ പറയുന്ന പ്രമാണങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലാത്ത സാധാരണക്കാരെ വഴിതെറ്റിക്കാമെന്ന് ആരിഫ് ഹുസൈൻ കരുതണ്ട. സംവാദങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ വസ്തുതാപരമായിരിക്കണം മിസ്റ്റർ, അല്ലാതെ വിദ്വേഷം പരത്താനാകരുത്. ഒരു തവണ പോലും ഈ ഖുർആൻ സ്വന്തം ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കാത്തവന്മാരാണ് ഈ എക്സ് മുസ്ലിംസിൻ്റെയൊക്കെ കുപ്പായം അണിഞ്ഞ് വരികൾ വളച്ചൊടിച്ച് വ്യൂസും ലൈക്കും കൂട്ടാൻ നടക്കുന്നത്. ഈ എക്സ് മുസ്ലിംസിനെയൊക്കെ ഡെയിലി മണപ്പിച്ചുകൊണ്ട് നടക്കുന്ന ചില BJP നാറികളില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടിയോ നിങ്ങൾക്കൊക്കെ? പിന്നെ ഇതൊന്നും കണ്ടിട്ട് നിനക്കിതൊന്നും പറയാനുള്ള അർഹതയില്ല, നിന്റെ തട്ട എവിടെ, നിന്റെ ചുണ്ടിൽ എന്താ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. നാളെ മരിച്ച് സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടി കാലം നീട്ടിയിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ, ബട്ട് ഐ ആം എ പ്രൗഡ് മുസ്ലിം.